ത്തിന്റെ താല്പര്യത്തിനെതിരെ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കി കൊടുത്ത കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി PV നരസിംഹറാവു RSSയുടെ കടന്നുവന്ന നേതാവായിരുന്നു. ബാബരി മസ്ജിദ് തകർത്തവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ്. അന്ന് അതിനെ പിന്തുണച്ചതാരാ? മുസ്ലിം ലീഗ്. കടലും കടലാടിയും പോലെയാണ്. എന്താ കടലാടിക്ക് കടലുമായി നല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നതുപോലെ എങ്ങനെയാണ് ലീഗിന്റെ മുൻപ് മുസ്ലിം വന്നത് എന്ന് നമുക്കറിയില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മഹാനായ മഹ്ബൂബ് ഇബ്രാഹിം സുലൈമാൻ കോട്ടൂർ സാഹിബ് പറഞ്ഞു, ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി വെച്ച് കോൺഗ്രസിന്റെ കൈപ്പറ്റ് നമുക്ക് വേണ്ട. മഹാനായ ഇബ്രാഹിം സുലൈമാൻ കോട്ടൂർ സാഹിബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കോട്ടൂർ സാഹിബിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള മഞ്ചേശ്വരത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, മഹാനായ കോട്ടൂർ സാഹിബ് പറഞ്ഞു, അന്ന് ഭഗൽപൂരിലും ജബൽപൂരിലും അഹമ്മദാബാദിലുമെല്ലാം കൊല്ലപ്പെട്ട മുസ്ലിം കബന്ധത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണീരൊഴുക്കി ശീലമുള്ള രാജ്യവ്യാപകമായി നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ശീലമുള്ള 30 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് അംഗമായിട്ടും ഒരധികാര മണ്ഡലത്തിന്റെയും പിന്നാലെ പോകാത്ത സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ മഹബൂബ് ഇബ്രാഹിം സുലൈമാൻ കോട്ടൂർ സാഹിബ് ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞു, വേണ്ട കുഞ്ഞാലിക്കുട്ടി, നമുക്ക് നീ കോൺഗ്രസ് വേണ്ട. രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ആത്മാഭിമാനം കൊല്ലപ്പെടുത്തിയ 421 വർഷം ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദുണ്ടല്ലോ, 5 നേരവും ഭാഗം ഇഖാമത്തിനെടുത്ത് യുവായും ജമാഅത്തും നിർവഹിക്കപ്പെട്ടിരുന്ന ബാബരി മസ്ജിദുണ്ടല്ലോ, അത് തകർക്കുന്നതിന് വേണ്ടി കർഷകർക്ക് കാർമ്മികത്വം വഹിച്ച കോൺഗ്രസിന്റെ കൈപ്പറ്റി നമുക്ക് വേണ്ട. ഇത് പറഞ്ഞ കോട്ടൂർ സാഹിബിനെ ലീഗിൽ നിന്നും പുറത്താക്കി. അതാണ് മുസ്ലിം ലീഗ്. കുഴപ്പമെന്താ? എന്തിനാ ലീഗിന് പുറത്താക്കിയ? ബാബരി മസ്ജിദ് പൊളിച്ചോട് പിന്തുണയ്ക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ തൊഴിലിന് മുമ്പ് എങ്ങനെയാ മുസ്ലിം വന്നു പെട്ടത്? പിന്നെ പറയുന്നുണ്ടാ, ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാർ വരുമ്പോൾ ഞങ്ങളുണ്ടാവുക, പോലീസുകാർ വന്ന് ഞങ്ങളുണ്ടാവുക. നിങ്ങൾ കണ്ടില്ല കൂട്ടരെ, തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു. ആരാ? കേരളത്തിലെ പോലീസാ. 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നടന്നതല്ല, ബാൽസാക്കറുടെ മഹാരാഷ്ട്രയിൽ നടന്നതല്ല. ഇതങ്ങ് ലജമുസ്ലിമാരെ ഭരിച്ചു പോരുന്ന രാജഭരണം നടത്തുന്ന രാജസ്ഥാൻ നടന്നതല്ല. ഇനി കർണാടകയുടെ പോലീസ് ചെയ്തതല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ രാജ്യത്ത് ഗുജറാത്തിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന കുട്ടിക്കുട്ടിയും അൻസാരിയുടെ ഫോട്ടോ കേരളത്തിന്റെ ചുമരിലെത്തിച്ച് വോട്ട് കൊണ്ട് അധികാരത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഓരം ചേർന്ന ഭീമാപ്പള്ളി തീരദേശത്ത് 6 മുസ്ലിങ്ങളെ 16 വയസ്സുകാരി ഫൈസൽ ഉൾപ്പെടെയുള്ള 6 പേരെ വെടിവെച്ച് കൊന്നു കേരളത്തിന്റെ പോലീസ്. മാർക്സിസ്റ്റ് പാർട്ടി പറയട്ടെ, ഇന്നും കേരളത്തിന്റെ ആഭ്യന്തര കുറ്റം വിശദീകരിച്ചിട്ടില്ല. 6 മുസ്ലിങ്ങളെ വെടിവെച്ചത് കൊണ്ടത് എന്തിനാണ് എന്ന് CPM എന്നിവരെ പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ പോലീസ് സഞ്ചിതം DGP പറഞ്ഞിട്ടില്ല എന്തിനാണ് വെടിവെച്ചു കൊന്നതെന്ന്. നിങ്ങൾ അറിയേണ്ടത് ഗുജറാത്തിന്റെ വിലാപങ്ങൾക്കെതിരെ ദുഃഖിതരായി കേരളീയർ അറിയണം. ഇത് നടന്നത് ഇന്ത്യയുടെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള കേരള സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരത്തിന്റെ ഭീമാപ്പള്ളിയിലാണ്.
ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഭീമാപ്പള്ളി റഷീദ് കൗൺസിലറായിരുന്നു തിരുവനന്തപുരത്ത്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് തെക്കൻ കേരളത്തിന്റെ സ്വാധീന മേഖല എന്ന് പറഞ്ഞ ഭീമാപ്പള്ളിയിലാണ് നടന്നത്. എന്തിനാണെന്നറിയാതെ ഇന്നും നിങ്ങൾക്കറിയുമോ? ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല എന്തിനാണ് വെടിവെച്ച് കൊന്നതെന്ന്. നരേന്ദ്രമോദി ഗുജറാത്തിലാണെങ്കിൽ പറയും തീവ്രവാദികളെ വെടിവെച്ച് കൊന്നുവെന്ന്, മഹാരാഷ്ട്രയിലാണെങ്കിൽ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നുവെന്ന് പറയും. അതുപോലും പറയാൻ എന്തിനാണ് വെടിവെച്ച് കൊന്നതെന്ന് ഇന്നും കേരളത്തിന്റെ പോലീസോ ഭരണകൂടമോ പറഞ്ഞിട്ടില്ല. 6 മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നത് എന്തിനാണ് എന്ന്. ഈ ഒരു ക്രൂരകൃത്യം കേരള സംസ്ഥാനത്ത് അരങ്ങേറിയിട്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് കേരള നിയമസഭയിൽ മെമ്പർമാരുണ്ടല്ലോ. മാന്യമായി കേരളത്തിലൊരു സമരം നടത്താൻ ലീഗ് തണ്ടേട കാണിച്ചിട്ടുണ്ട്, UDF തണ്ടേട കാണിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും MMSനോടും ആര്യാടനോടും കുഞ്ഞാലിക്കുട്ടിയോടും മുനീറിനോട് ചോദിക്കട്ടെ, PP തങ്കച്ചനോടും PN ജേക്കബിനോടും KM മാണിയോടും KR ഗൗരിയമ്മയോടും M രാഘവനോട് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നത് എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്റെയോടും പ്രതിപക്ഷത്തിന്റെ ധാർമ്മികത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ലീഗ് പറയട്ടെ, 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നത് എന്തിനാണെന്ന് അറിയില്ല. അവർക്ക് ചോദിക്കാൻ ഇവിടെ ആളില്ല. കേരള നിയമസഭയിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുള്ളത് കൊണ്ട് പോലീസ് വരാതെ ഞങ്ങൾ നോക്കും. STPക്ക് വോട്ട് ചെയ്താൽ അവിടെ പോലീസ് വരുമെന്ന് പറയുന്ന നപുംസക രാഷ്ട്രീയക്കാർ പറയുക. ഭീമാപ്പള്ളി STP ഉള്ളത് കൊണ്ടാണ് 6 പേര് വെടിവെച്ചു കൊന്നത്. ഭീമാപ്പള്ളി അവിടെ ഇരിക്കട്ടെ, അവിടെ പിന്നെ ലീഗിന്റെ സജീവ സാന്നിധ്യമില്ല എന്ന് പറയാം. ചെർക്കള മജ്ജുമ്മയുടെ കാസർകോട്, CP അഹമ്മദ് ആലിയുടെ കാസർകോട്, ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ സ്വാധീനമുള്ള കാസർകോട്, പാണക്കാട് ഹൈദരാലി ശിഹാബദങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറും CP അഹമ്മദ് ആലിക്കും ചേറക്കുളം അബ്ദുള്ളയ്ക്കും ഉൾപ്പെടെ അബ്ദുസമദ് സമരാലിക്കും KMA ഖാദറും ഉൾപ്പെടെ പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലീഗിന്റെ പതാക വാനിൽ ഉയർത്തിക്കൊണ്ട് ലീഗ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് പാണക്കാട് കുടുംബം സിന്ദാബാദ്, കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട്ട് ഈ പറയപ്പെട്ട നേതാക്കന്മാർക്ക് സ്വീകരണമൊരുക്കി വേദിയിലേക്ക് പ്രകടനമായി കടന്നുവന്ന് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരൻ നെഞ്ചിലേക്ക് കാസർകോട് ജില്ലാ പോലീസ് സൂപ്രണ്ട് രാംദാസ് പോത്തൻ വെടിവെച്ച് കൊന്നത് എന്തിനാണെന്ന് ലീഗുകാർ പറയോ? STP ഉള്ളതുകൊണ്ടാണ് വെടിവെച്ച് കൊന്നത്. STPയുടെ പ്രകടനത്തിലാണ് വെടിവെച്ച് നടന്നത്. കാടടച്ച് വെടിവെക്കുമ്പോൾ കണ്ണടച്ച് രാത്രിയെന്ന് നടിക്കുന്ന ഇവിടുത്തെ ലീഗിന്റെ ചില നേതാക്കന്മാർ അറിയണം. കാസർകോട് വെടിവെച്ച് കൊന്ന് പോകട്ടെ, ഭീമാപ്പള്ളി കൊല്ലപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം എന്ന് ലീഗിന് പറയാം. ലീഗിന്റെ പ്രകടനങ്ങളിലേക്ക് ലീഗിന്റെ കൊടി പിടിച്ച് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സിന്ദാബാദ് വിളിച്ചതെന്നവന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർത്തിട്ട് പിടഞ്ഞതിന് മരിച്ചിട്ട് മാത്രമല്ല, ആ പ്രകടനത്തിലേക്ക് വന്ന ചെറുപ്പക്കാരനെ RSSകാർ കുപ്പിക്കീറി കൊന്നിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഞങ്ങളുടെ പാർട്ടികളുടെ രക്തസാക്ഷികളാണ്, തണ്ടോടികളാണ് എന്ന് പറയാൻ ഇന്നുവരെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ലീഗ് പറയട്ടെ,